അന്താരാഷ്ട്ര ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെ മികച്ച വിൽപ്പന മേള 90% ഓഫ്. MBA ആൻഡ് മീൻ കണക്ഷൻ അഡ്മിഷൻ തുടങ്ങുന്നു. ഓഹരി നിലവാരം. എന്ത് മോളെ? അയ്യോ ഒന്നും പറയണ്ട. അയ്യോ എന്റെ അച്ഛൻ അങ്ങ് ക്ഷീണിച്ചു പോയി. ക്ഷീണിച്ചു പോയാ? ഒരു കുഴപ്പമില്ല, നരയൊക്കെ വന്ന്. വയസ്സ് വരെയല്ലേ? അച്ഛൻ അത്ര വയസ്സൊന്നും ആയില്ല. നമ്മള് 2 കുഞ്ഞു പിള്ളേരല്ലേ ഉള്ളു. നീ കുഞ്ഞോ? +2 പഠിക്കുകയാണ്. എന്ത് നോക്ക് മീശയൊക്കെ. അച്ഛൻ ഡൈ ഒന്നും ചെയ്യൂല അച്ഛാ? മക്കളെ, ഇങ്ങോട്ട് വിളിച്ച അങ്ങോട്ട് പോണ നീ പതിവില്ലാതെ ഇങ്ങോട്ട് വന്നിരുന്ന് അച്ഛന്റെ ആരോഗ്യവും സൗന്ദര്യത്തെയൊക്കെ പറ്റി പറയണെങ്കിൽ എന്തോ കാര്യമുണ്ടല്ലോ. അച്ഛൻ അങ്ങനെ പറയില്ല അച്ഛാ. അച്ഛൻ്റെ അടുത്ത് എനിക്ക് ഭയങ്കര സ്നേഹമാണ്. എനിക്കറിയാം, എന്റെ മക്കൾക്ക് സ്നേഹമൊക്കെ ഉണ്ട്. മൂത്ത മോളെ കാട്ടി സ്നേഹം എനിക്കാണ്, അറിയാലോ. അതൊക്കെ എനിക്കറിയാം. പിന്നെന്ത് കാര്യം പറ? അത് പിന്നെ അച്ഛാ, അച്ഛന്റെ ഈ മോളില്ലേ സുന്ദരിയായിട്ടിരിക്കണമെന്ന് അച്ഛൻ ആഗ്രഹമില്ലേ? എന്റെ 2 മക്കളും സുന്ദരികളല്ലേ, എനിക്കറിയാലോ. സുന്ദരിയൊക്കെയാണ് നമ്മുടെ കുടുംബത്തിന്റെ പാരമ്പര്യം, സൗന്ദര്യം കാത്തു സൂക്ഷിച്ചിട്ടുണ്ട് ഞാൻ. പക്ഷെ അതല്ല, നമ്മൾ ഈ പുറത്തൊക്കെ നടന്നു പോയി വെയിലൊക്കെ കൊണ്ട് ഒരുമാതിരി കരിഞ്ഞു ഉണങ്ങി കണ്ട ടാനൊക്കെ അടിച്ച് ഒരുമാതിരി അല്ലേ ഇരിക്കുന്നത്. അപ്പൊ അതൊക്കെ ഇച്ചിരി സൗന്ദര്യമായിട്ട് വെക്കണം. എന്റെ ഫ്രണ്ട്സ് ഒക്കെ എന്ത് ചെയ്യും? ഫേഷ്യൽ ചെയ്യും, സ്പാ ചെയ്യും. എന്റെ മുടി ഉണ്ടോ അച്ഛാ? മക്കളെ, അമ്മയടുത്ത് പറഞ്ഞാലേ, അമ്മ ഈ തുളസി ഇലയും കൈതോന്നിയും ചെമ്പരത്തി കാളിയൊക്കെ ഉണ്ടാക്കി തേച്ചിട്ട് ഈ എണ്ണ കാച്ചി അമ്മ നല്ല മുടിയൊക്കെ കയറി. എണ്ണ എനിക്ക് പറ്റൂലെന്ന് പറഞ്ഞൂടെ അച്ഛാ, അലർജിയാണ്. എണ്ണ പറ്റൂല. അന്ന് എന്റെ മുടി എന്നെ വെട്ടിക്കളഞ്ഞത് താരം കൂടിയിട്ടല്ലേ. അതും ഞാൻ പാർലറിലൊന്നും പോയില്ലല്ലോ അച്ഛാ, അമ്മയല്ലേ വെട്ടിത്തന്നെ. അച്ഛനെ അത്ര പോലും ചെലവുണ്ടാക്കില്ല. ഞാൻ പറയാൻ വന്നത് വേറെ അതല്ല, എനിക്ക് ഫേഷ്യൽ ചെയ്യണം, സ്പാ ചെയ്യണം എന്നൊക്കെ ഒരു ആഗ്രഹം. അപ്പൊ എനിക്ക് ബ്യൂട്ടി പാർലറിൽ പോണം. അപ്പൊ അതിന് കുറച്ച് കാശ് അച്ഛൻ തരണം. നിന്റെ ആഗ്രഹമല്ലേ? വേണോ? വേണം. പക്ഷെ ഒരു കാര്യം, നീ അവളോട് പറയില്ല. ഇല്ല, ഞാൻ പറയൂല. അച്ഛൻ പറയാതിരുന്ന. ഞാൻ പറയൂല. എന്റെ പേഴ്സ് ആത്തിരിക്കണം, മോള് എടുത്തിട്ട് വന്നു. ഇതൊക്കെ ഉണ്ടാവുന്നത്. അച്ഛൻ പിന്നെ കഷ്ടപ്പെട്ട് അവിടെ വരെ നടന്നു പോയി. കാല പ്ലാൻ ചെയ്താണ് വന്നതല്ലേ? അങ്ങനെയൊന്നല്ല. എണ്ണയൊന്നും വേണ്ട, എടുത്ത് മോള് പോയി ചെയ്തു. 50 രൂപയെ? ഓ അല്ല അച്ഛാ, അതിന് ഒരു 3000 രൂപയാവും. 3000 രൂപയെ? ഇങ്ങോട്ടാ 3000 രൂപയ്ക്ക് നമ്മള് സ്പാ ചെയ്യാൻ പോണു, ഫേഷ്യൽ ചെയ്യാൻ പോണു. പിന്നെ എന്തോന്ന് വെച്ചാ ഇത് എന്തോന്നെ തികയാ? നെയ് പോളിഷ് മേടിക്കാനാ? ഇതില് ചെയ്യാൻ വല്ലതും പറ്റുമെങ്കിൽ ചെയ്. എന്തോന്ന് മക്കളെ ഇത് 3000 രൂപയ്ക്ക്? ഞാൻ ഇവിടെ കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുന്നു. ബാലുകാരന് കൊടുക്കണം. ഇങ്ങോട്ടാ 200 രൂപ. വേണ്ട വേണ്ട, ഇതില് ചെയ്യാൻ പറ്റുന്ന എന്താ വെച്ചാ. അച്ഛ ഒരു കാര്യം മനസ്സിലാക്കണോ അച്ഛാ, ഈ പേഴ്സ് അവിടെ നിന്ന് എടുത്തോണ്ട് വന്നിട്ട് ഞാൻ അതിനകത്തൊന്നും ഒരു തുള്ളി കാശ് പോലും എടുത്തിട്ടില്ല. അത്രയ്ക്ക് സത്യസന്ധതയാണ് ഈ മോക്ക്. എന്നിട്ടൊരു 200 രൂപ. വേണ്ട വേണ്ട, സത്യസന്ധതയൊക്കെ എനിക്കറിയാം. എന്തായാലും മക്കളെ ചെല്ല്, എന്നിട്ട് ഇതിൽ ഇത് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതുകൊണ്ട് ചെയ്യും. ഓക്കെ? ശരി അച്ഛാ, ശരി. പോയിട്ട് വാ. പോയിട്ട് വാ മോള്. പെൺപിള്ളേരല്ലേ, മോഹങ്ങളും ആഗ്രഹങ്ങളും ഉണ്ട്. കൂട്ടുകാരികളൊക്കെ ഒരുങ്ങി നിൽക്കുമ്പോഴേ അവർക്കും തോന്നൂലേ? ചിരിയും മൊഴിയും ചേരും തട്ടുപൊളിപ്പൻ കൂടാണേ. എന്നിഷ്ടം നിന്നിഷ്ടം ഒത്താലോ തന്നിഷ്ടം. പിടിപലി കളി ചിരിപൂരം മുരളയ്ക്കു പേര്.